ഒരു ട്രെയിൻ യാത്ര ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ചെന്നൈയിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. അത്യാവശ്യം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും യാത്രകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ട്രെയിനിൽ. കഴിഞ്ഞ തവണ ട്രെയിൻ യാത്ര ചെയ്തതേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ വേർപാടിൻ്റെ സങ്കടവും പേറിയാണെങ്കിൽ ഇത്തവണ സന്തോഷത്തോടെയുള്ള ഒരു യാത്രയാണെന്ന് മാത്രം. എന്നും കാണുന്നതിനപ്പുറം വ്യത്യസ്തമായ കാഴ്ചകളാണല്ലോ. എന്തായാലും ഞാനും എൻ്റെ കെട്ടിയോനും കാഴ്ചകളൊക്കെ കണ്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോയൊക്കെ പിടിച്ച് യാത്രയിലാണ്. കിടക്കാനുള്ള ബത്തപ്പാടിലാണ്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ചെന്നൈ എത്തും. ചെന്നൈ എഗ്മോറിലാണ് ഇറങ്ങുന്നത്. എഗ്മോർ നെയിം ബോർഡ് വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. യാത്രകളിലെ നമ്മുടെ വീഡിയോകളിലെ സ്ഥലത്തിൻ്റെ നെയിം ബോർഡ് കൂടി ഉൾപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും ആ വീഡിയോ കാണുമ്പോൾ ഏത് സ്ഥലമാണെന്ന് പെട്ടെന്ന് ഓർക്കുമല്ലോ. എൻ്റെ ബുദ്ധി റോക്കറ്റാണെന്ന് തോന്നുന്നില്ലേ? ചരിത്രരേഖകൾ പ്രകാരം ചെന്നൈ എഗ്മോർ ഒരു കോട്ടയായിരുന്നേ. നോക്കിക്കേ, എന്തൊരു വലിയ സ്റ്റേഷനാണ് എഗ്മോർ. ട്രിവാൻഡ്രം സ്റ്റേഷൻ ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല കേട്ടോ. ചെന്നൈ നഗരത്തിലെ എഴമ്പൂർ എന്ന സ്ഥലത്തുള്ള തീവണ്ടി നിലയമാണിത്. എഴമ്പൂർ എന്നതിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് എഗ്മോർ. ചെന്നൈയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും പ്രൗഢിയുള്ളതുമായ ഒരു നിർമ്മാണ രീതിയാണ് ഈ സ്റ്റേഷനുള്ളത്. ഇത് ഗോതിക് ശൈലിയിലുള്ള ഒരു കെട്ടിടമാണ്. ഇനിയിപ്പോൾ എന്താണ് ഈ ഗോതിക് ശൈലി എന്നല്ലേ? ഉയരമേറിയതും ഒതുങ്ങിയതുമായ കെട്ടിടങ്ങളാണ്. ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്ര ഉയരത്തിലായിരിക്കും ഇത്. ഈ വാസ്തുവിദ്യാ രീതിയാണ് ഗോതിക് ശൈലി എന്ന് പറയുന്നത്. ഞങ്ങളെ കൊണ്ടുപോകാനായി എൻ്റെ കസിൻ സിമി എത്തിയിട്ടുണ്ടേ. ഒത്തിരി നാളായി കണ്ടിട്ട്. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? വീട്ടിലേക്കുള്ള യാത്രയിലാണേ. അപ്പോൾ ചെന്നൈ വിശേഷങ്ങളുമായി ഇനിയും കാണുമ്പോഴേക്കും ബൈ.